രാഷ്ട്രീയ നേതാക്കളെ മറയാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടുതൽ തട്ടിപ്പ് നടത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ട്. 2020-ൽ പോറ്റി സ്പോൺസർ ചെയ്ത സദ്യയും അന്നദാനവും ഉദ്ഘാടനം ചെയ്തത് അടൂർ പ്രകാശും പ്രയാർ ഗോപാലകൃഷ്ണനുമാണ്. അതിനിടെ ശബരിമലയിൽ എല്ലാം നടന്നത് തന്ത്രി കണ്ഠരര് രാജീവരുടെ അറിവോടെയാണെന്ന് SIT കോടതിയെ അറിയിച്ചു. മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്ന ബന്ധമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉള്ളതെന്നാണ് കോൺഗ്രസ് നേതാവും UDF കൺവീനറുമായ ആറ്റിങ്ങൽ MP അടൂർ പ്രകാശ് പറഞ്ഞത്. ഇത് നടന്നത് 2020 ജനുവരി 1-ന്, അതായത് MP ആയ ശേഷം വെറും 6 മാസം കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചെയ്ത സദ്യ ഉദ്ഘാടനം ചെയ്യാൻ അടൂർ പ്രകാശ് ശബരിമലയിലെത്തി. അടൂർ പ്രകാശ് മാത്രമല്ല, 2017 ജനുവരി 1-ന്റെ സദ്യയും പോറ്റി വകയായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്ത് കോൺഗ്രസ് നേതാവും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ. 2018 ജനുവരിയിലും പോറ്റി അന്നദാനം സ്പോൺസർ ചെയ്തു. അത് ഉദ്ഘാടനം ചെയ്താവട്ടെ CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ദേവസ്വം ബോർഡ് മുൻ അംഗവുമായ K രാഘവൻ. എല്ലാ രാഷ്ട്രീയക്കാരെയും മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൊള്ളയെന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ്. അതിനിടെ സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവര് അറിഞ്ഞുകൊണ്ടാണ് എല്ലാം നടന്നതെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.